ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പേപ്പർ കിട്ടാണ്ടായിരുന്നു. പിന്നെ കാറ്ററിങ്ങിന് പോകും. പിന്നെ അത് കഴിഞ്ഞ് കുറെ കാലം വെൽഡിങ്ങിന് പോയി. രക്ഷപ്പെടണം എന്നുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ തരണത് അവരൊക്കെയാണ്. അന്ന് പൈസ ഇല്ലാത്ത കാലഘട്ടമാണ്. സഹകാരിയിലോട്ട് നമ്മൾ ജോയിൻ ആവുന്നത് അങ്ങനെയാണ്. ചേട്ടനാണ് ഈ എക്സാമിനൊക്കെ അയച്ചു തരുന്നത്, അപ്ലൈ ചെയ്യുന്നതൊക്കെ ചേട്ടനായിരുന്നു. റാങ്ക് ഇച്ചിരി ബാക്കിലോട്ടായിരുന്നു അല്ലേ? ഇതിനകത്ത് ഞാൻ കാണുന്ന എനിക്ക് ഇപ്പോഴുള്ള ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അഡ്വൈസ് ആകോ ഇല്ലേ ഇങ്ങനെ നിന്നിട്ട് ഞാൻ പറയടാ ഇനി കാണൂല കയറി നോക്കിയതും ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ 10 മിനിറ്റത്തോളം ഞാൻ സ്റ്റക്കായി. അപ്പൊ ഞാൻ ആദ്യം അച്ഛനെയാണ് വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ആ ഒരു ഫീലിങ്ങിലൂടെ കടന്നു പോകണം, അതിനെ ഡ്രീം ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. സഹകാരി റേസ് പ്ലസിന്റെ സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നത്തെ സ്ഥലവും അതുപോലെ വ്യക്തികളും വളരെയധികം സ്പെഷ്യലാണ്. നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ തരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കപ്പിളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അതിനോടൊപ്പം പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സഹകാരി എന്ന സ്ഥാപനം വരുന്നത് തന്നെ ഈ പരപ്പിൽ എന്ന് പറയുന്ന ദേശത്തു നിന്നാണ്. അപ്പോൾ നമ്മളിന്ന് പരപ്പിലാണുള്ളത്. തിരുവനന്തപുരത്തെ കല്ലറ പഞ്ചായത്തിലെ പരപ്പിലാണ്. ഞങ്ങളെല്ലാം പരപ്പിക്കാരാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് സ്വന്തം വീടിന് തൊട്ടടുത്തുള്ള ആൾക്കാർ സഹകാരിയിൽ നിന്നും സർക്കാർ സർവീസിലേക്ക് വരുന്നൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള അനുഭവമാണ്. രണ്ടുപേരും പ്ലേസ്ഡാണ്. ഇപ്പോൾ നിലവിൽ അനുപംജിത് ഷാജി കേരള പോലീസിൽ പ്ലേസ്ഡായി കഴിഞ്ഞു. അതുപോലെ മേഘന മോള് വാട്ടർ അതോറിറ്റി ലാബസിൽ നമ്മുടെ 7ാം റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ആ ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി നമുക്കിന്ന് കേൾക്കാം. അതിനോടൊപ്പം രണ്ടുപേരും എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലല്ലോ? കഴിഞ്ഞില്ല, കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കപ്പിൾ സ്റ്റോറി അല്ല സഹകാരിയുടെ. ഇത് എനിക്ക് 2ാമത്തെയോ 3ാമത്തെയോ കപ്പിൾ സ്റ്റോറിയാണ്. ചിലരാണെന്നുണ്ടെങ്കിൽ സഹകാരി വന്ന് പരിചയപ്പെട്ട് ലൈൻ അടിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ സഹകാരി വന്നിട്ടല്ലല്ലോ? അല്ല, പരിചയമല്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു മേഘനയെ സഹകാരി സജസ്റ്റ് ചെയ്തത് അനുഭവമാണല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് സഹകാരിയിലേക്ക് വരുന്നത് അനുപംജിത്ത് ആണ്. അപ്പോൾ മോനെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ തന്നെ നാട്ടിലുള്ള ഒരുപാട് സാധാരണക്കാരായ കുട്ടികൾ, അപ്പോൾ അവർക്ക് ഒരു പ്രചോദനമാകാൻ പറ്റുന്ന സ്റ്റോറിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞുനാളിലേക്ക് നിങ്ങളെ കാണുമ്പോഴത്തേക്കും എന്താ പറയുക, ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ, ബാഡ്മിൻ്റൺ കളിക്കാനും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മുടെ കുഞ്ഞുനാളിലുള്ള പഠനത്തിൻ്റെ അനുഭവങ്ങളും അതുപോലെ അത്തരത്തിലുള്ള ആ ഒരു കുഞ്ഞുനാൾ ഓർമ്മിച്ചെടുത്താൽ എങ്ങനെയായിരിക്കും അനുഭവത്തിലെ? സ്കൂൾ കാലഘട്ടമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പരപ്പിൽ അങ്ങോട്ടായിരുന്നു ആദ്യമായിട്ട്. ഞാൻ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി കാലഘട്ടം എല്ലാം പഠിച്ചത് അങ്ങോട്ടായിരുന്നു. ഇവിടെ അപ്പൂപ്പൻ്റെ വള്ളത്തിലാണ് ഞാൻ പിന്നെ പഠിക്കാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി കയറിയാണ് ഞാൻ പഠിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് തൊട്ടാണ് എനിക്ക് ശ്യാമണ്ണയൊക്കെ എനിക്ക് അന്ന് തൊട്ടാണ് പരിചയം. അപ്പോൾ മോനെ നമ്മുടെ ആ ഒരു കുട്ടിക്കാലം വളരെ മനോഹരമാണ്. അപ്പോൾ അതിനോടൊപ്പം എടാ നമ്മളെ പഠനം ഒരു +2 ഒക്കെ കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ SM കോളേജിലാണ് ഡിഗ്രിക്ക് പോയത്. പിന്നെ ഡിഗ്രിക്ക് പോയി, ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പേപ്പർ കിട്ടാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാറ്ററിങ്ങിന് പോകും. പിന്നെ അത് കഴിഞ്ഞ് കുറെ കാലം വെൽഡിങ്ങിന് പോയി. വെൽഡിങ്ങിന് വേണമെങ്കിൽ ഏകദേശം 1 വർഷം പോയി. പഠിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു എന്താ പറയാ PSC എന്ന് പറഞ്ഞ രീതിയിലോട്ട് കൊണ്ടുവരുന്ന മെന്റേഴ്സ് ആരൊക്കെയായിരുന്നു? മെന്റേഴ്സ് എന്ന് പറയാൻ ഞാൻ എൻ്റെ ചേട്ടന്മാർ, അതായത് ഇവിടെ പോലീസിൽ തന്നെയുള്ള അഖിലേട്ടൻ, പിന്നെ നമ്മുടെ കിച്ചേട്ടൻ, അവരൊക്കെയാണ് നമ്മളെ ഈ ഇതിലോട്ട് നമ്മളെ മെന്റർഷിപ്പ് ചെയ്ത്, അതായത് പഠിക്കണം രക്ഷപ്പെടണം എന്നുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ തരണത് അവരൊക്കെയാണ്. പിന്നെ നമ്മളെ ഏജിലുള്ള ഒരു 4 പേര്, നമ്മുടെ 4 പേരിരുന്നാണ് ഒരു റൂമില്, അതായത് നമ്മുടെ മുന്നേ ഉള്ള ചേട്ടന്മാർ ഇരുന്ന് തന്നെ റൂമിലിരുന്ന് പഠിച്ച് നമുക്ക് പിന്നെ മനസ്സിലായി കമ്പൈൻ സ്റ്റഡി മാത്രം കൊണ്ട് പോരാ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം വേണമെങ്കിൽ ഒരു കോച്ചിങ്ങിന് കയറാനായിട്ട് നമ്മൾ നിർബന്ധരായി. അങ്ങനെ നമ്മളിങ്ങനെ ഓൺലൈനായിട്ടും എല്ലാം നോക്കി. അന്ന് പൈസ ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പോഴത് ഓൺലൈനായിട്ട് നോക്കിയിട്ട് നമ്മൾ സഹകാരിയില ഇങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഫോണിൽ, അതായത് നമ്മൾ ഒരു നമ്പറിലാണ് അന്ന് ആനന്ദ് ബാബ, ഞാൻ, പിന്നെ അഭിഷേക്, രാഹുൽ നമ്മളെല്ലാവരുടെ ഒരു ഫോണിലെടുക്കുകയും ക്ലാസ്സുകൾ കാണുകയും പിന്നെ അതിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യും. സഹകാരിയിലോട്ട് നമ്മൾ ജോയിൻ ആവുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അഭിമാനിക്കാൻ പാകത്തിനുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മേഘനയെ പരിചയപ്പെട്ടില്ല. മേഘന നമ്മുടെ വാട്ടർ അതോറിറ്റി ലാബസിൻ്റെ പരീക്ഷയിൽ 7ാം റാങ്ക് ഹോൾഡറാണ്. മേഘന മോളെ, നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ഞാൻ BSc MLT ആയിരുന്നു പഠിച്ചിരുന്നത്.
അപ്പോൾ നമുക്ക് ബാച്ചിലോട്ട് വന്നതിന് ശേഷം നമുക്ക് സഹകാരിയിലോട്ട് എങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ നമ്മളെ ചേട്ടനാണ് പറഞ്ഞു തന്നത് സഹകാരിയുടെ ക്ലാസ് ഒക്കെ സെറ്റ് ആക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ബാച്ചിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ BSc MLT ആണ് പഠിച്ചത്. പഠിക്കുമ്പോൾ അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലും പിന്നെ എന്താണ് തിയറി ഒരുപാട് എസ്സേസും അങ്ങനത്തെ ടൈപ്പൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. എന്നാലൊരു എന്താണ് PSC പോലുള്ള എക്സാമിന് നമ്മൾ മെയിനായിട്ട് എന്താണ് MCQ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈപ്പിലേക്ക് മാറുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എസ്സേയിൽ നിന്ന് MCQയിലോട്ട് മാറുമ്പോൾ അപ്പം അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എന്താണ് മെന്റർഷിപ്പും പ്രാക്ടീസും ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണ് ഒരുപാട് MCQs ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എനിക്ക് കിട്ടിയത് തീർച്ചയായും സഹകാരിയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ മോക്കത് പ്രയോജനം ചെയ്ത ഒരു സെഗ്മെന്റ് എന്തായിരുന്നു? നമ്മുടെ ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാമിനേഷൻസ്. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഡെയിലി എക്സാംസും വീക്ക്ലി എക്സാംസ് ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ഇത് എക്സാം എനിക്കൊന്ന് 4th ഇയറിലായിരുന്നു ഇതിന്റെ എക്സാം ഒക്കെ വരുന്നത്. അപ്പൊ തന്നെ എന്താണ് ഡിഗ്രീന്റെ പ്രഷറും അതിന്റെ കൂടെ തന്നെ ടൈം മാനേജ് ചെയ്യാനും ഒക്കെ സഹകാരി വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെന്താണ് ചേട്ടനാണ് ഈ എക്സാമിനൊക്കെ അയച്ചു തരുന്നത്, അപ്ലൈ ചെയ്യുന്നതൊക്കെ ചേട്ടനായിരുന്നു. ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ വാട്ടർ അതോറിറ്റി കൊല്ലത്താണ് ജോയിൻ ചെയ്തത്. ഫസ്റ്റ് അഡ്വൈസിലായാലും ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ. അതുപോലെ അനുപഞ്ച് ഷാജി ഇപ്പോൾ നിലവിൽ സർവീസിൽ കയറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുപഞ്ചത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർത്തിയില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഇവര് ലിസ്റ്റിൽ കയറുന്നു, അതിനുശേഷം നേരെ നമ്മൾ സഹകാരിയിലേക്ക് വരികയാണ് അല്ലേ? അത് രണ്ടാം എൻട്രി സഹകാരിയിലേക്ക്. ഞാൻ ലിസ്റ്റിൽ കയറിയിട്ടാണ്, പിന്നെ ലിസ്റ്റ് കയറിയിട്ട് പിന്നെ ഒരുപാട് സമയം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനായി. അപ്പൊ അതിനുശേഷമാണ് ഞാൻ പിന്നെ സഹകാരിയിലോട്ട് പോയാലോ എന്നിങ്ങനെ അങ്ങനെ റീ എൻട്രി. ഇപ്പോഴും ആ ഒരു പച്ച പിടിച്ചത് ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ അനുപഞ്ചത്തിന്റെ റാങ്ക് ഇച്ചിരി ബാക്കിലോട്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ നിന്ന് കയറുക എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം അഭിഷേകിന് അഡ്വൈസ് ആയി, രാഹുലിന് അഡ്വൈസ് ആയി, അതിനുശേഷം അഭിഷേകിന് അഡ്വൈസ് ആയി. അപ്പോൾ നമുക്ക് ആ ഒരു ലിസ്റ്റ് തീരും, കയറുമോ ഇല്ലയോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ടെൻഷൻ എല്ലാ ദിവസവും വർക്കിന് പോകും, അവിടെ പോകും, സമരം വിളിക്കാൻ പോകും, നമ്മളവിടെ ജോലി കഴിയുന്നു, അവിടെ നേരെ സമരത്തിന് പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണുന്ന എനിക്ക് ഇപ്പോഴുള്ള ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അഡ്വൈസ് ആകോ ഇല്ലേ ഇങ്ങനെ നിന്നിട്ട്, കാരണം ആകെ ടെൻഷനാണ്, കംപ്ലീറ്റ് ടെൻഷനാണ്. ഒരു ദിവസം ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പറയാടാ. അതായത് ഞാൻ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് സഹകാരിയിലിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് നമ്മളിങ്ങനെ ജോലി ഇങ്ങോട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. അപ്പൊ അതായത് എന്നെക്കാളും ലിസ്റ്റിൽ എപ്പോഴും വന്നാന്നൊക്കെ നോക്കണ ആനന്ദബാബയാണ്. അപ്പൊ അവ ഇങ്ങനെ നോക്കിയിട്ട് എടാ ഇങ്ങനെ ഇത്ര പേർക്ക് അഡ്വൈസ് ആയി, എനിക്കൊന്ന് 50 പേർക്ക് എന്തോ അഡ്വൈസ് ആയി, നീ കാണും, ഉറപ്പായിട്ട് നീ കാണും. അപ്പൊ അത്രയും പേർക്ക് അഡ്വൈസ് ആയെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ എൻ്റെ പേര് കാണോ ഇല്ലയോ എന്നുള്ളൊരു ഇതാണ്. അവന് അഡ്വൈസ് ആയി, ഉറപ്പായിട്ട് നിനക്കാവും, നീ കയറി നോക്കും, നിനക്ക് ഉറപ്പായിട്ട് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെടാ ഞാൻ പറയടാ ഇനി കാണൂല, ചിലപ്പോൾ ഇനി അടുത്തനായിരിക്കും വരണത്, അടുത്തന്നെ ഇല്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് അഡ്വൈസ് കഴിഞ്ഞ് അത് നീ എന്തായാലും കയറി നോക്കെന്ന് പറഞ്ഞു. കയറി നോക്കിയതും ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇതില് സൈറ്റിൽ വന്ന് കിടക്കണം. എന്റെ ഞാൻ ആ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത് ചെയ്യണം നടക്കണത് ഇങ്ങനെ ഞാൻ കുറെ നേരം ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഒന്നും അല്ല, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ആ സ്ഥലകാല ബോധമില്ലാതെ ഞാൻ ആ സമയത്ത് എന്റെ ജീവിതത്തിലൊരു ഏറ്റവും കൂടുതലൊരു സന്തോഷം. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാം. കാരണം അത് നമുക്ക് ആ വിറ്റ്നസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എടാ നമ്മള് കുലുങ്ങി അണ്ണാ എന്ത് ചെയ്യണത് ഒരു 10 മിനിറ്റത്തോളം ഞാൻ സ്റ്റക്കായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഫോൺ എടുത്ത് അച്ഛൻ അന്ന് പുറത്താണ്. അപ്പൊ ഞാൻ ആദ്യം അച്ഛനെയാണ് വിളിച്ചു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ അത്ര ദയനീയമാണ്. കാര്യം നമുക്ക് നാട്ടുകാരൊക്കെ എല്ലാവർക്കും അറിയാം ഇവർ ലിസ്റ്റിൽ വന്നെന്നുള്ള കാര്യം. നാട്ടിലെല്ലാം എല്ലാവർക്കും അറിയാം. ഫിസിക്കലിൽ പോകുമ്പോഴത്തേക്ക് എല്ലാരും അറിയും എന്ന് എടാ ആയോ ഇല്ല ഇങ്ങനെ പറഞ്ഞു നടക്കാണ്, മടുത്ത് നടക്കാണ്. അപ്പൊ കിട്ടിയില്ലെങ്കിൽ പിന്നെ പോയി നാടുവിട്ടാ മതി. പിന്നീട് അങ്ങനെ വന്ന് പിന്നെ ഞാൻ ശ്യാമന്റെ പറഞ്ഞ്, പിന്നെ അപ്പൊ സഹകാരി തന്നെ എല്ലാരും പറഞ്ഞു. അപ്പൊ രാജേഷ് അവിടെ ഇല്ലായിരുന്നു. രാജേഷിനെ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. അഡ്വൈസ് കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ വെയിറ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. കാര്യം നമ്മള് രാജാവായി, ഉറപ്പായി. ഇനിയാണ് നമ്മള് അമ്മമാരൊക്കെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു നിപ്പുണ്ടല്ലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒരു ഭയങ്കര ഫീലിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു ഫീലിംഗിലൂടെ കടന്നു പോകണം, അതിനെ ഡ്രീം ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്.
അവരോട് എന്താണ് അനുവഞ്ചത്തിന് പറയാനുള്ളത്? എനിക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്ന അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ലിസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ലിസ്റ്റാണ്. അതായത് ഒരു 300-400 പേരെ ലിസ്റ്റ് ഇപ്പം ഇടുന്നുള്ളൂ. അതായത് ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പെന്നുള്ള ഒരു, നമ്മുടെ ലിസ്റ്റ് സമയത്ത് സപ്ലി ഉൾപ്പെടെ 2000 പേരെ ലിസ്റ്റാണ്, 1500-1600 പേരെ ലിസ്റ്റാണ് വന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഒരു 300-350 പേര് ലിസ്റ്റ് ഇപ്പം വരുന്നുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ലിസ്റ്റിൽ വന്നാലും ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, എനിക്ക് ജോലി കിട്ടാനുള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ കമ്പൈൻ സ്റ്റഡിയാണ്. അതായത് നമ്മൾ 4 പേര് ഒരു റൂമിലിരുന്ന് പഠിച്ച് നമ്മൾ 4 പേർക്കും പോലീസ് അഡ്വൈസ്, ഒരു ദിവസം ഒരുത്തം വന്നില്ലെങ്കിൽ മറ്റേ അന്വേഷിക്കും. അത് തന്നെ, കമ്പൈൻ സ്റ്റഡി ഇല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പയ്യന്മാര്, അത് തന്നെ നിങ്ങൾ പയ്യന്മാരാണെങ്കിൽ ഡിസ്ട്രാക്ട് ആയി പോകണം. നമ്മൾ എന്തെങ്കിലും കാര്യം വന്നാൽ അങ്ങോട്ടും ഡിസ്ട്രാക്ട് ആയി. പക്ഷെ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വരും. അതായത് ഇപ്പൊ ഒരാൾ വന്നില്ലെങ്കിൽ എന്ത് വരാത്തത് വന്നേ പറ്റൂ. നമ്മൾ ഒരാൾ വേറെ എന്തെങ്കിലും ഇതായിട്ട് പോയാലും ആ ബാക്കി നമ്മളിരിക്കണ 3 പേര് അവനെ വിളിച്ചു വരുത്തി അന്ന് നമ്മൾ പഠിത്തം എന്തായാലും പഠിത്തം നമ്മൾ ഒരിക്കലും മുടക്കില്ല. അതായത് നിങ്ങൾ കോച്ചിങ്ങിനോടൊപ്പം കമ്പൈൻ സ്റ്റഡിങ് ഉറപ്പായിട്ടും ചെയ്യണം. അതാണ് എനിക്ക് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് DME ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ JLA വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതേ സിലബസാണ് ആ കുട്ടികളും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണ്, പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, സഹകാരി എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ സഹകാരിയിൽ പിന്നെ അവസാനം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ജനറൽ ആയിട്ടുള്ള PSC പഠിക്കാതെ, അതായത് നമ്മുടെ മറ്റുള്ള ടോപ്പിക്കുകളൊന്നും പഠിക്കാതെ ഈ ലാബിൻ്റെ ഏരിയയും അതേപോലെ +2 സയൻസിൻ്റെ മേഖലയും മാത്രം പഠിച്ചുകൊണ്ട് ജോലി വാങ്ങാൻ പറ്റുന്ന അവസരമാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കാനുള്ളത് എന്ന് പറയുമ്പോൾ, ഇത്തവണ നമ്മുടെ മറ്റ് PSC എക്സാംസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കുറവായിട്ടുള്ള ഒരു എക്സാമാണ് ഇത്. അപ്പം GK പോലെ ഒരുപാട് വാസ്റ്റ് അല്ല. നമുക്ക് കറക്റ്റ് ആ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട്, സയൻസ് ആണ് അറിയാമല്ലോ, അപ്പം നമുക്ക് ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് MCQസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് അത്രയും മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് കഴിയും. എല്ലാവരും പഠിക്കുക. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ അനുപംജിത് ഷാജിക്കൊപ്പം അതുപോലെ വാട്ടർ ലാബസിന്റെ ശ്രീ മേഘനയ്ക്കൊപ്പം എല്ലാവിധ വിവാഹ മംഗളാശംസകളും അഡ്വാൻസ് ആയിട്ട് നേരുകയാണ് സഹകാരിയുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.